ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, ജീവിതം കൊണ്ടും മരണം കൊണ്ടും ഉത്ഥാനം കൊണ്ടും നമ്മെ അത്ഭുതപ്പെടുത്തിയ, അതിശയിപ്പിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ ഉത്ഥാനത്തെപ്പറ്റി ആഴത്തിൽ ധ്യാനിക്കുന്ന ഉയർപ്പുകാലം 5-ാം ഞായറിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണല്ലോ. ഈശോ സ്നേഹിച്ചിരുന്നവൻ എന്ന വിശേഷണത്തിന് മുൻപിൽ തൻ്റെ ഊരും പേരും വ്യക്തിത്വവും ഒക്കെ അടിയറവ് വെച്ച വത്സല ശിഷ്യൻ ഉയർത്തെഴുന്നേറ്റവൻ്റെ മറ്റൊരു പ്രത്യക്ഷപ്പെടൽ വിവരിക്കുന്ന സുവിശേഷ ഭാഗമാണ് നാം ഇന്ന് ധ്യാനിക്കുന്നത്. മരണത്തിന് മുൻപ് പറഞ്ഞത് മാത്രമല്ല, മരണശേഷം പറഞ്ഞതും പൂർത്തിയാക്കുന്ന ഒരു ഈശോയെയാണ് ഗലീലി കടലിന് തീരത്ത് നാം കണ്ടുമുട്ടുന്നത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 38-ാം വാക്യത്തിൽ വിവരിക്കുന്നത് പോലെ, ഉയർപ്പിക്കപ്പെട്ടതിന് ശേഷം നിങ്ങൾക്ക് മുമ്പേ ഞാൻ ഗലീലിലേക്ക് പോകുമെന്ന വാഗ്ദാനത്തിൻ്റെ പൂർത്തീകരണമാണ് ഇന്നത്തെ വചനഭാഗത്തിൻ്റെ ആദ്യ വചനങ്ങളിൽ നാം കാണുന്നത്. ഒരിക്കൽ ഗലീലി കടലിന് തീരത്ത് വെച്ച് താൻ സ്വന്തമാക്കിയവർ അതേ കടൽ തീരത്ത് വെച്ച് തനിക്ക് നഷ്ടമാകുന്നു എന്ന തിരിച്ചറിവിൽ നിന്നും അവരെ തേടിയിറങ്ങുന്ന ഈശോ 3 ഓർമ്മപ്പെടുത്തലുകളാണ് നമുക്ക് നൽകുന്നത്. ഒന്നാമതായി, സന്മാതൃക നൽകേണ്ടവർ ദുർമാതൃകയാകുമ്പോൾ സംഭവിക്കുന്ന ദുരന്തമാണ് ഈശോയുടെ എടുത്തു കാണിക്കുന്നത്. ചഞ്ചലചിത്തരായ അപ്പസ്തോലന്മാർക്ക് പാറ പോലെ ഉറച്ച ഹൃദയം നൽകേണ്ടവൻ, സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ സൂക്ഷിക്കേണ്ടവൻ, എല്ലാറ്റിനുപരി അപ്പസ്തോലന്മാരെയും ക്രിസ്തുവിൻ്റെ അജഗണത്തെയും മുൻപിൽ നിന്ന് നയിക്കേണ്ട വലിയയുടെ ആ പത്രോസാണ് താൻ ഒരിക്കൽ ഉപേക്ഷിച്ച കലർപ്പ് തേടി യാത്രയാവുന്നത്. ഉപേക്ഷിച്ച വഴികളെ പിന്തുടർന്നു എന്നതിനേക്കാൾ അറിഞ്ഞോ അറിയാതെയോ കൂടെയുള്ളവരെ പഴയ വഴികളിലേക്ക് പിന്തിരിയാൻ പ്രചോദിപ്പിച്ചു എന്നതാണ് പത്രോസിൻ്റെ തെറ്റിൻ്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നത്. അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ ജീവിതവും ചിലരുടെയൊക്കെ പാഠപുസ്തകമായി മാറുന്നുണ്ട്. ഏറ്റെടുത്തിരിക്കുന്ന ദൈവവിളിയിൽ കൊണ്ടോ ചില ഉത്തരവാദിത്തങ്ങൾ കൊണ്ടോ നമ്മുടെ ജീവിതം നോക്കി ചിലരൊക്കെ പഠിക്കുന്നുണ്ട്. അപ്പനോ അമ്മയോ അജപാലകരോ അധ്യാപകരോ ആരുമാകട്ടെ, സന്മാതൃകൾ നൽകുന്ന നല്ല പ്രചോദനങ്ങൾ നൽകുന്ന വ്യക്തികളായി നമുക്ക് മാറാം. രണ്ടാമതായി, മത്സ്യത്തിൻ്റെ എണ്ണം കൃത്യമായി എടുത്തു പറഞ്ഞ് യോഹന്നാൻ സുവിശേഷം അവതരിപ്പിക്കുന്ന അന്തരാർത്ഥത്തെക്കുറിച്ചാണ് നാം ധ്യാനിക്കുന്നത്. സാധാരണഗതിയിൽ ചിന്തിച്ചാൽ ഒരു മുക്കുവനും മത്സ്യത്തിൻ്റെ എണ്ണം കൃത്യമായി പറയേണ്ട കാര്യമില്ല. പക്ഷേ മത്സ്യത്തിൻ്റെ എണ്ണം അണുവിട തെറ്റാതെ ഇവിടെ എടുത്തു പറയുമ്പോൾ യോഹന്നാൻ സുവിശേഷകൻ അതിൻ്റെ ഉള്ളിൽ ഒരു നിഗൂഢാർത്ഥം ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ഈ സംഖ്യയെപ്പറ്റി സഭാപിതാക്കന്മാർ പല വ്യാഖ്യാനങ്ങൾ നൽകുന്നുണ്ടെങ്കിലും ഉയർപ്പുകാലത്തിൻ്റെ പശ്ചാത്തലത്തോട് ചേർന്ന് പോകുന്നത് വിശുദ്ധ അഗസ്തീനോസ് പുണ്യവാളൻ നൽകുന്ന ഒരു വ്യാഖ്യാനമാണ്. അദ്ദേഹം സംഖ്യയെപ്പറ്റി വിവരിക്കുന്നത് ഇങ്ങനെയാണ്: 1 മുതൽ 17 വരെയുള്ള സംഖ്യകൾ കൂട്ടിയാൽ കിട്ടുന്ന തുക 153 ആണ്. ഈ 17 എന്ന സംഖ്യയെ അദ്ദേഹം 2ആയി വിഭജിക്കുകയാണ്, 10 എന്നും 7 എന്നും. 10 സൂചിപ്പിക്കുന്ന ദൈവപ്രമാണങ്ങളെ ആണെങ്കിൽ 7 സൂചിപ്പിക്കുന്നത് പരിശുദ്ധാത്മാ ദാനങ്ങളെയാണ്. പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളും ദൈവപ്രമാണങ്ങളുമാണ് ഈശോയിലേക്ക് അടുക്കാനുള്ള മാർഗമെന്നാണ് വിശുദ്ധ അഗസ്തീനോസ് പുണ്യവാളൻ സൂചിപ്പിക്കുന്നത്. ഈ വ്യാഖ്യാനത്തിന് ഉയർപ്പുകാലത്തിൻ്റെ പശ്ചാത്തലത്തിൽ സവിശേഷമായൊരു പ്രാധാന്യമുണ്ട്. കാരണം ഈ ലോകത്തോട് വിട പറയുന്നതിന് മുമ്പ് പ്രമാണങ്ങളെയെല്ലാം സംഗ്രഹിച്ച് സ്നേഹത്തിൻ്റെ പ്രമാണം നൽകുന്നതും ഉയർത്തെഴുന്നേറ്റവൻ്റെ ആത്മാവിനെ സ്ലീഹന്മാരുടെ മേൽ നിശ്വസിക്കുന്നതുമൊന്നും യാദൃച്ഛികമല്ല. പരിശുദ്ധാത്മാഭിഷേകവും സ്നേഹത്തിൻ്റെ പുതിയ പ്രമാണവുമാണ് ഈശോയിലേക്ക് അടുക്കാനും ദൈവകൃപയിൽ ആഴപ്പെടാനുള്ള മാർഗമെന്നാണ് ഈശോ ഇവിടെ കാണിച്ചു തരിക. ജീവിതത്തിൻ്റെ വഴികളിൽ എവിടെയെങ്കിലും വെച്ച് ദൈവിക സാന്നിധ്യം നഷ്ടപ്പെട്ടു പോയവർക്കും ഇതുവരെ ദൈവിക സാന്നിധ്യം അനുഭവിക്കാൻ കഴിയാത്തവർക്കൊക്കെ ഒരു മാർഗമുണ്ട്. പരിശുദ്ധാത്മാഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, കൂടെയുള്ളവർക്ക് സ്നേഹത്തിൻ്റെ കരം നീട്ടുക. ഏറ്റവും അവസാനമായി, ഈ സുവിശേഷ ഭാഗത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മളെയൊക്കെ അത്ഭുതപ്പെടുത്താൻ സാധ്യതയുള്ളൊരു സംഭവമുണ്ട്. ഗലീലി കടലിൻ്റെ ചലനങ്ങൾ പോലും അറിയാവുന്ന പത്രോസും കൂട്ടരും ഒരു അപരിചിതനെ അനുസരിക്കാൻ തയ്യാറാവുകയാണ്. ഒരുപക്ഷെ അത് ഈശോയാണെന്ന് തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ സംശയലേശമന്യേ പത്രോസും കൂട്ടരും അവനെ അനുസരിച്ചാനെ. ഈശോയുടെ അത്ഭുതങ്ങൾ കണ്ട ശിഷ്യന്മാരും കൂട്ടരും ഈശോയെ അനുസരിക്കാൻ മടി കാണിക്കാതെ വന്നേനെ. പക്ഷേ ഇതൊരു അപരിചിതനാണെന്നും ഈശോയെ അവർ തിരിച്ചറിഞ്ഞില്ല എന്നും യോഹന്നാൻ സുവിശേഷകൻ വ്യക്തമായി പറയുന്നുണ്ട്. പലവട്ടം വലയെറിഞ്ഞ് തളർന്ന പത്രോസും കൂട്ടരും ഒരു അപരിചിതന്റെ സ്വരം അനുസരിക്കാൻ തയ്യാറാകുകയാണ്. കൂടെയുള്ളവരിലൂടെ വെളിപ്പെടുന്ന ദൈവഹിതം തിരിച്ചറിയുമ്പോഴാണ് നമുക്കും ജീവിത വിജയം സ്വന്തമാക്കാനാവുന്നത് എന്നാണ് ഈശോ ഇവിടെ സൂചിപ്പിക്കുക. അപ്പനിലൂടെ, അമ്മയിലൂടെ, അധ്യാപകരിലൂടെ, അജപാലകരിലൂടെ വെളിപ്പെടുന്ന ദൈവഹിതത്തെ തിരിച്ചറിയാനും അവയെ അനുസരിക്കാനും തയ്യാറാവുമ്പോൾ നമുക്കും ജീവിത വിജയം സ്വന്തമാക്കാനാവുകയാണ്. സംഖ്യയുടെ പുസ്തകം 22-ാം അധ്യായത്തിൽ നമുക്ക് പരിചിതമായൊരു സംഭവമുണ്ട്. അപകടത്തിലേക്ക് പോകാമായിരുന്ന ബാലാമിൻ്റെ കഴുത ദൂതന്റെ പിടിയിൽ നിന്നും രക്ഷപ്പെടുത്തുകയാണ്. വിവേകശൂന്യമായ യാത്രകൾ നടത്തി പലപ്പോഴും അപകടത്തിലേക്ക് പോകുന്ന നമുക്ക് രക്ഷാവചനങ്ങളുമായി പലരും അടുത്തെത്താറുണ്ട്.
കൂടെയുള്ളവരിലൂടെ വെളിപ്പെടുന്ന ദൈവഹിതത്തെ തിരിച്ചറിയാനും അവയെ അനുസരിക്കാനും തയ്യാറാകുമ്പോൾ നമ്മളും ദൈവാനുഗ്രഹത്തിന് പാത്രമാവുകയാണ്. ഇത്തരത്തിൽ പരിശുദ്ധാത്മാഭിഷേകത്തിൽ ജ്വലിച്ച് കൂടെയുള്ളവർക്ക് സന്മാതൃകകൾ നൽകി സ്നേഹത്തിൻ്റെ കരം നീട്ടി അവസാനം അവരിലെ ദൈവഹിതം തിരിച്ചറിഞ്ഞ് ആത്മീയ ബലമുള്ള ശിഷ്യരായി നമുക്ക് മാറാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.